നമസ്കാരം. ലേഡീസ് അവറിലെ പ്രണവ സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉത്തരം പറയാനായിട്ട് ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് ചന്ദ്ര സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കാം. നമസ്കാരം സാർ. ഇന്ന് ഒരുപാട് പ്രശ്ന പരിഹാര പ്രതിവിധികളുള്ള കാലഘട്ടമാണ്. നമ്മൾ ജാതകം എല്ലാം പുനർചിന്തനം ചെയ്യുകയും പൊരുത്തം നോക്കിയും എല്ലാ പൊരുത്തങ്ങളും ഒത്തൊരുമയോടെ വന്നിട്ട് നടത്തുന്ന വിവാഹങ്ങൾ പോലും ഡിവോഴ്സിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പം ഇതിൽ പലതരം പൊരുത്തങ്ങൾ സാർ മുൻപ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 5 തരം പൊരുത്തം നോക്കാറുണ്ട്. അതിൽ വേദപ്പൊരുത്തം, യോനിപ്പൊരുത്തം ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതലൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതായത് പൊരുത്തം നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഈ വേദപ്പൊരുത്തത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ വേദം എന്നാൽ തന്നെ ചില ആചാര്യന്മാരൊരു കൺസെപ്റ്റ് 3, 7 അങ്ങനെയുള്ള ഭാവങ്ങളിൽ നിൽക്കുന്ന ഒരു വേദമായിട്ട് കണക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേദം എന്നാൽ മുറിയുക എന്നാണ് അർത്ഥം. വേദം വേദിക്കുക, മുറിയുക, അതായത് മുറിയുന്ന നക്ഷത്രങ്ങളാണ് വേദ നക്ഷത്രങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അതായത് പല ആചാര്യന്മാർക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ് ഈ വേദ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിയുക, വേദിക്കുക എന്ന് വെച്ചാൽ മുറിയുക എന്നാണ്. മുറിയുന്ന നക്ഷത്രങ്ങൾ അതായത് കാർത്തിക, മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രാടം, അവിട്ടം, പൊരുട്ടാതി ഇങ്ങനെയുള്ള ഇതാണ് ശരിക്കും വേദ നക്ഷത്രങ്ങൾ. അപ്പോൾ വേദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർത്തിക മുക്കാലും മകര അരയും കൂടി ചേരുമ്പോൾ അതിൻ്റെ ആ മൂർച്ച മുക്കാലും അരയും കൂടി ചേരും, അതാണ് മുറിയുക. അതാണ് ശരിക്കും പറഞ്ഞാൽ വേദ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും വേദ നക്ഷത്രങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് ആചാര്യന്മാർ തെറ്റിദ്ധരിച്ചതുകൊണ്ട് മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ വേദ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മധ്യമരഞ്ജു നക്ഷത്രം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വൈധവ്യം സംഭവിക്കുമെന്ന് പറയാം. അപ്പോൾ ഇതിനകത്തൊരു സംഭവം ഈ വേദ നക്ഷത്രങ്ങൾ മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ ഭരണി, പൂയം ഇതെല്ലാം മധ്യമരഞ്ജുണ്ട്. ഭരണി, പൂയം, മകയിരം, ചിത്തിര, പിന്നെ അനിഴം, അവിട്ടം, ഉത്രട്ടാതി ഇതെല്ലാം ഈ മധ്യമരഞ്ജു നക്ഷത്രമാണ്. അപ്പോൾ ഇതിൽ ഈ ഭരണിയും പൂയവും തമ്മിൽ നമ്മൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മരണവും സംഭവിക്കില്ല. അവർ ജീവിതകാലം മുഴുവൻ വളരെ സന്തോഷത്തോടു കൂടി സുഖിച്ച് തന്നെ ജീവിക്കും. അപ്പോൾ ഈ പറയുന്ന ആചാര്യന്മാർ പറയുന്ന വേദനക്ഷത്രം മധ്യമരഞ്ജു ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത്? എനിക്കതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അയൽവക്കത്തുള്ള ആളുടെ ഈ 2 സംഭവമാണ്, ഭരണിയും പൂയമാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ജ്യോത്സ്യന്മാരെല്ലാം തട്ടിപ്പാണ്, കള്ളന്മാരാണ്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷേത്രങ്ങളിൽ ചെന്ന് പുഷ്പാഞ്ജലി എഴുതുമ്പോൾ ഈ എഴുതണവൻ വരെ നോക്കിയിട്ട് ഭരണി, അടുത്തത് പൂയം, നേരെ മുകളിലേക്ക് നോക്കി ആരെങ്കിലും ഒരാൾ മരിച്ചോ എന്നുള്ള രീതിയിലാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കാരണം അങ്ങനെ സമൂഹത്തിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഭരണിയും പൂയവും തമ്മിൽ കെട്ടിക്കഴിഞ്ഞാൽ മരണം. അത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനാണ് ശരിക്കും ശശിമംഗള യോഗം എന്ന് പറയുന്നത്. അത് ചിലർ ശശമംഗല യോഗം എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശശിമംഗള യോഗമാണ്. ശശി എന്നാൽ ചന്ദ്രനാണ്. അപ്പോൾ ശശിമംഗള യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രകുജ ബന്ധം എന്നാണ് ഞങ്ങളുടെ സാറ് ക്ലാസ്സിൽ കളിയാക്കി പറയാം. അതായത് ഒരു ജാതകത്തിൽ ചന്ദ്രനും ചൊവ്വയും കൂടി യോഗം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകുജ ബന്ധമുണ്ട്. അതായത് അനഘലീലാബന്ധം. ഇതൊന്നും നമ്മൾ പലതിലും പറയാൻ വിട്ട് കളയുന്നതിൻ്റെ കാരണം അനഘലീലാബന്ധം എന്നാൽ വഴിവിട്ട ബന്ധം ഉണ്ടാകും എന്നർത്ഥം. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരുമാതിരിയുള്ള ജ്യോത്സ്യന്മാർക്ക് ഇത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ശശമംഗളം എന്നങ്ങ് എഴുതി കൊടുക്കുക. എന്താന്ന് നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാന്ന് പറയും. നമുക്കറിയാം ഇതെന്താണ്, പക്ഷേ നമ്മൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സീക്രട്ട് ഉണ്ട്. ഇതന്നെ എൻ്റെ അടുത്ത് പലരും വരുമ്പോൾ ജാതകത്തിൽ ഭർത്താവ് ഇങ്ങനെ അവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി, അപ്പോൾ ഞാൻ പറയാം ജാതകം നോക്കട്ടെ എന്ന് പറയും. നോക്കിയിട്ട് വേറെ ഒന്നും പറയില്ല. അപ്പോൾ അവർ ഉത്തരം പറയില്ല എന്ന് പറയും. അപ്പോൾ അവരോടേക്ക് നിങ്ങൾ വലിയ മിടുക്കന്മാരെ കണ്ടു അവരെല്ലാം ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിലെന്താണ് സംഭവിച്ചതെന്ന് ഈ മിടുക്കനെ അറിഞ്ഞുകൂടാ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സീക്രട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പറയുന്നത്. ഈ ശശിമംഗള യോഗം ഉള്ളത് കൊണ്ടാണ് അങ്ങേരീൻ്റെ പിന്നാലെ പോകുന്നത്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അതിൽ മാറ്റമൊന്നുമില്ല. അത് നമ്മളെ കൊണ്ട് ഏത് പൂജ ചെയ്ത് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ശശിമംഗള യോഗം. അപ്പോൾ ഇതുപോലും അറിയാതെയാണ് പലരും യോഗങ്ങൾ എഴുതി വിടും. ഗജകേസരി യോഗം, മറ്റേ യോഗം, അനപാ യോഗം, എന്തൊക്കെയോ യോഗമുണ്ട്. നമ്മളിതൊക്കെ നോക്കിയിട്ട് ചിരിക്കുകയുള്ളൂ. കാരണം എന്നിട്ട് അവർ പറയും ഇതൊക്കെ എഴുതി കണ്ടു, പക്ഷെ ഒന്നും അനുഭവത്തിൽ വന്നില്ല. അപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആചാര്യന്മാരും ബുക്കുകളിൽ എഴുതി വെച്ചാൽ ഈ യോഗങ്ങളുടെ പേര് എഴുതാല്ലാണ്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതേപോലെ ഈ പൊരുത്തത്തിൽ വരുമ്പോൾ ഇവർ 10ൽ 10 പൊരുത്തം നോക്കി ഡിവോഴ്സാവും. കാരണം നമ്മൾ പറയുന്ന 5 പൊരുത്തം 3-ാം കൂറ്, 3-ാം നാള്, ഷഷ്ടാഷ്ടമം, അഷ്ടമഷഷ്ടം, പിന്നെ അതേപോലെ യോനി പൊരുത്തം, രാശി പൊരുത്തം, രാശാധിപ പൊരുത്തം. ഇതെല്ലാം ഈ പറഞ്ഞ 5 പൊരുത്തത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ ഈ 10 പൊരുത്തം മൈനസായി കഴിഞ്ഞു.
അതാണ് നമ്മളുടെ പൊരുത്തം. അപ്പോൾ പലർക്കും പറ്റുന്നത് നമ്മൾ പറയുമ്പോൾ പറഞ്ഞ 5 അല്ല 5.5 തുടങ്ങിയാലേ പൊരുത്തം എടുക്കാവുന്നു. അപ്പോൾ ഈ 5.5ലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഇതിലോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പൊരുത്തമില്ല, 10 മൈനസായി. അപ്പോൾ പിന്നെ വേറെ എന്താണ് പൊരുത്തം? അപ്പോൾ ഈ ഇവർക്ക് പറ്റുന്നത് ഇത് തന്നെ. ഞങ്ങളുടെ ഈ സംഘടനയിൽ ഒരു പ്രാവശ്യം ഒരാളോട് പറഞ്ഞപ്പോൾ 26 പൊരുത്തം നോക്കണം, 26 പൊരുത്തം നോക്കിയാലേ പൊരുത്തം ശരിയാവുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ 26 പോയിട്ട് 7.5 പൊരുത്തം 5 പൊരുത്തെന്നും 5.5 പൊരുത്തെന്നും പറഞ്ഞ് വരുമ്പോൾ അതിനകത്ത് 26 ഒപ്പിച്ച് കൊടുക്കുന്ന പറയുമ്പോൾ നടക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ആകെ ഈ 5 പൊരുത്തം ക്ലിയർ ആണെങ്കിൽ നിങ്ങളും കെട്ടിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു ഇതൊന്നും ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചില്ല, നമ്മുടെ മിസ്റ്റേക്കാണോ. പിന്നെ 3-ാം കൂർ എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഇത് തന്നെ. ഞാൻ ഞങ്ങളുടെ സംഘടനയിൽ വലിയ മീറ്റിംഗ് നടന്നു, വലിയ നിങ്ങളൊന്നും കേൾക്കാത്ത അത്ര കണ്ട് പ്രസിദ്ധരായ ജ്യോത്സ്യന്മാർ, ഈ ലോകത്തുള്ള എല്ലാ ജ്യോത്സ്യന്മാരും പങ്കെടുത്ത മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതൊന്നും ഗ്രന്ഥങ്ങളിലില്ല, അപ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ജനങ്ങൾക്ക് സേവിക്കാനിരിക്കുന്നതാണോ അത് അവർക്ക് പോക്കറ്റ് കുറിപ്പിക്കാതിരിക്കുന്നതാണോ? അല്ലെങ്കിൽ വേറെ ആചാര്യം കണ്ടുപിടിച്ച് അങ്ങ് ഉൾക്കൊണ്ട പോരെ. ഞങ്ങളുടെ ഗുരുനാഥൻ കണ്ടുപിടിച്ച് ലോകത്തിന് സംഭാവന ചെയ്തപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത എന്താ? അപ്പോൾ അത് നമ്മുടെ ധാർഷ്ട്യമാണ്. അതായത് പൊരുത്തശോധനയിൽ പറയുന്നുണ്ട് സ്ത്രീ ജന്മതോ 2 3 5 6 വർജിക്കണം. സ്ത്രീയുടെ ജന്മം മുതലാണ് എണ്ണാൻ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ ജന്മം മുതൽ എണ്ണാൻ പറയുമ്പോൾ നമ്മൾ രണ്ടും പറയുന്നുണ്ട്, സ്ത്രീയുടെ നിന്നും പുരുഷൻ്റെ നിന്നും എണ്ണുക. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും എണ്ണിയിട്ട് വരുന്ന 3 ഒരു കാരണവശാലും എടുക്കരുത്. ഈ 3-ാം കൂറാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതായത് അശ്വതി നക്ഷത്രക്കാരിയായ കുട്ടിക്ക് കുംഭം രാശിയിലുള്ള ചക്കം വന്നു കഴിഞ്ഞാൽ അത് 3-ാം കൂറായി. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 3 വന്നു കഴിഞ്ഞു. അപ്പം മറ്റുള്ള ആചാര്യന്മാർക്ക് ഈ പിന്നിൽ നിന്നുള്ള എണ്ണ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളതിന് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്, തീ വന്ന് കയ്യിൽ മുട്ടിയാലും കൈ വന്ന് തീയിൽ മുട്ടിയാലും കൈ പൊള്ളും, നമ്മൾ പൊള്ളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് അത്ര കണ്ട് നിസ്സാരമായിട്ട് കണക്കൂട്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും ഗ്രന്ഥങ്ങളിൽ കണ്ടില്ല, മാധവീയത്തിൽ കണ്ടില്ല, ഹോരാശാസ്ത്രത്തിൽ കണ്ടില്ല. അവരൊക്കെ മരിച്ചുപോയില്ലേ ഈ എഴുതിയ ആൾക്കാരൊക്കെ. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി ഇത് എഴുതണം എങ്ങനെയാണ്? അല്ലെങ്കിൽ വേറെ മതഗ്രന്ഥങ്ങൾ എഴുതണ പോലെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പേജുകൾ കയറ്റിയിടണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഞങ്ങളുടെ സംഘടനയിലുണ്ടായിരുന്നൊരു സംസ്കൃത പ്രൊഫസർ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയായാലും ഇതൊക്കെ ഒന്ന് കയറ്റിയിട്ട് സംസ്കൃതത്തിൽ ശ്ലോകമായിട്ടൊന്ന് എഴുതിയിട്ട്, അപ്പോൾ അങ്ങനെയെങ്കിലും കുറേ ആൾക്കാർക്ക് ഒരു ബോധം വരട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇതെല്ലാം സംസ്കൃത ശ്ലോകങ്ങൾ മാത്രം വന്നാലേ ഇത് അംഗീകരിക്കുള്ളൂ എന്ന് പറയാം. കാരണം ജ്യോതിഷം പൂർണ്ണമാണെങ്കിൽ സംസ്കൃതം അറിയണമെന്ന് പറയാം, അല്ലാത്ത ആൾക്കാർക്കൊന്നും ജ്യോതിഷം അറിഞ്ഞുകൂടാന്ന് പറയാം. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ഉദ്ദേശിക്കുന്നത്? ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് ശാസ്ത്രമാണ്. അതിൽ ഭാഷ ഒരു പ്രശ്നമാണോ? അപ്പോൾ അങ്ങനെ സംസ്കൃതം അറിയാൻ പാടില്ലാത്ത ഒരു ദേവഭാഷയായ സംസ്കൃതം അറിയാൻ പാടില്ലാത്ത ആരും ലോകത്ത് ജീവിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും സംസ്കൃതം പഠിക്കേണ്ടവരും, അല്ലാത്തവരും ഇവിടുന്ന് പോകേണ്ടവരും. അപ്പോൾ അതുകൊണ്ട് ഈ പൊരുത്തശോധനയിൽ പറ്റുന്ന അബദ്ധങ്ങളാണ്. അതായത് ശനിയും ശുക്രനും ചേർന്ന് കഴിഞ്ഞാൽ ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവർ തമ്മിൽ ശത്രുക്കളാണ്, കെട്ടാൻ പാടില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ശനി ശുക്ര യോഗം എന്ന് പറഞ്ഞാൽ അത്രയും ഇഴുകിയുള്ള യോഗമാണത്. ഈ ശനി ശുക്രനോട് ചേർന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു കാരണവശാലും വഴക്കുണ്ടാവില്ല, അത്ര ഇഴുകിയുള്ള ബന്ധമാണ്. അത് നോക്കുമ്പോൾ പോലും യോനിപ്പൊരുത്തം അവിടെ നോക്കണം. അപ്പോൾ യോനിപ്പൊരുത്തത്തിന് പ്രാധാന്യമുണ്ട്. അതായത് കാർത്തിക മുക്കാലിൽ ഉള്ള ഒരു പുരുഷനും പൂരിട്ടാതി മുക്കാലിലുള്ള സ്ത്രീയാണ് വരുന്നെങ്കിൽ അവിടെ യോനിപ്പൊരുത്തം ഓപ്പോസിറ്റായി. അപ്പോൾ ശനി ശുക്രനോട് ബന്ധം വന്നേ, പക്ഷേ യോനിപ്പൊരുത്തം ഇല്ലാണ്ട് പോകുമ്പോൾ മറ്റേ പൊരുത്തം അവിടെ മൈനസായി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 പൊരുത്തത്തിൽ ഒരെണ്ണം മൈനസായത് എടുക്കണ്ടെന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പ്രോഗ്രാമിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മകം നക്ഷത്രക്കാരിയോ മകം നക്ഷത്രക്കാരനോ ആയ വധുവിനോ വരനോ ഓപ്പോസിറ്റ് ചതയം നക്ഷത്രം സമസപ്തമാണ്. ഏറ്റവും കൂടുതൽ പൊരുത്തം പറയുന്നതാണ് സമസപ്തമം. ഈ സമസപ്തമ പൊരുത്തം എടുത്തു കഴിഞ്ഞാൽ ശനിയും സൂര്യനുമാണ് അധിപന്മാർ, അവർ തമ്മിൽ ശത്രുക്കളാണ്. ഈ ശത്രുത ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഇത് മാറ്റാൻ പറ്റുമോ? ഇതിന് നിങ്ങൾ ക്ഷേത്രങ്ങൾ കയറി വഴിപാട് കയറി നടക്കാമെന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ള? അതായത് അകന്നിരിക്കും ഭയങ്കര സ്നേഹം കാണിക്കും, അടുത്ത് വരുമ്പോൾ അടിയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇതാണ് കാരണം, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായി ഇതായിരുന്നു കാരണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒതുങ്ങും, കാരണം ഇതിന് പരിഹാരമൊന്നുമില്ല. ഒരാൾ ഒതുങ്ങി കഴിഞ്ഞാലേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ജ്യോത്സ്യന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ സമസപ്തമം മാത്രമേ നോക്കുകയുള്ളൂ, ഞങ്ങൾക്ക് ശനിയും സൂര്യനും തമ്മിൽ ശത്രുതയാണെന്ന് നോക്കേണ്ട കാര്യമില്ല, ഇതൊന്നും ഗ്രന്ഥങ്ങളിൽ എഴുതിയില്ല എന്ന് പറയുമ്പോൾ ആർക്കാ ജീവിതം പോകുന്നത്? ജീവിതം ജനങ്ങൾക്ക് പോകും. ഇത് തന്നെ ജ്യോത്സ്യൻ്റെ നക്ഷത്രവും ഭാര്യയുടെ നക്ഷത്രവും ചേരുമല്ലോ. അത് തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ നാള് ഭരണിയാണ്, ഭാര്യയുടെ നാള് പൂരിട്ടാതി അല്ല, പുള്ളിയുടെ ആളുടെ നാള് പൂരിട്ടാതി മുക്കാലും ഭാര്യയുടെ നാള് ഭരണിയാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേരുമല്ലോ എന്ന് പറഞ്ഞു. അടിയായിരിക്കും. പുള്ളി പറഞ്ഞു അതിന് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് രാത്രി ചെല്ലുള്ളൂ, നമ്മളിതൊന്നും നോക്കണില്ല എന്ന്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കിയില്ല, എനിക്കറിയില്ലായിരുന്നു. ആള് തുറന്ന് സമ്മതിച്ചു. ഞാൻ ജ്യോതിഷം അറിയാമായിരുന്നു കെട്ടണതിന് മുമ്പ്, പക്ഷേ ഈ വക പൊരുത്തം നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കാര്യം മനസ്സിലായി, അടിയാണ്. പക്ഷെ വരണവന് ഇത് തന്നെ കുറിച്ച് കൊടുക്കും. ആൾ 3-4 ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഗ്രന്ഥമൊക്കെ എഴുതി ഇത്ര അറിവുണ്ടായിട്ട് അതിന് ഗ്രന്ഥം ഞാൻ എഴുതുന്നത് നിങ്ങളോട് ആരും പറഞ്ഞത്
3-4 ഗ്രന്ഥങ്ങൾ അങ്ങനെ നിരത്തി വെച്ച് വന്നിട്ട് അത് നോക്കി അങ്ങ് എഴുതി, എല്ലാം കൂടി കൂട്ടി എഴുതിയപ്പോൾ ഗ്രന്ഥമായി. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലരും ഉൾക്കൊള്ളാതെ പോകുന്നതുകൊണ്ടാണ്. ചിലർ പറയും നക്ഷത്രത്തിന് ഒരുപാട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരുടെ ചെയ്ത അടിയാണ്. അവരുടെ ചെയ്ത അടിയാവും മറ്റവനും അടിച്ചോട്ടെ എന്നായിരിക്കും കരുതുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ കൂട്ടുകുടുംബമായിരുന്നുകൊണ്ട് എത്ര ചേരാത്ത നാളായിരുന്നാലും അവിടെ ജീവിച്ച് തന്നെ പോകും. ഇന്നാണ് കുടുംബമായതുകൊണ്ട് ചേരാത്ത നാളാണെങ്കിൽ കെട്ടുന്ന പന്തലിന് മുതൽ അടി തുടങ്ങും. അടി തുടങ്ങിയിട്ട് അവസാനം ഡിവോഴ്സിന് പറ്റുന്നവർ ഡിവോഴ്സ് ചെയ്യും. അതെല്ലാം ഒരു നിർഗതിയില്ലാത്ത പാവപ്പെട്ട വീട്ടുകാരനെ ഇടി കൊണ്ട് തന്നെ കിടക്കും, അല്ലാതെ സഹിച്ച് കിടക്കും. അത് പലരും വരുമ്പോൾ നമ്മളിത് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കോ സംഭവിച്ചു, ഞങ്ങളുടെ സന്താനങ്ങൾക്കെങ്കിലും ഇങ്ങനെ ഒരു ദുർഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നോക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ആചാര്യന്മാരുടെ പിഴവാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു വേദനക്ഷത്രം എന്ന് പറയുമ്പോൾ മുറിയുന്ന നക്ഷത്രമാണ്. അല്ലാതെ ഈ പറഞ്ഞ മധ്യമരഞ്ജു എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ ചരട് പൊരുത്തമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും യോജിപ്പിക്കാൻ പാടില്ല. അതായത് കാർത്തിക, ഉത്രം, ഉത്രാടം ഈ 3 നക്ഷത്രങ്ങളും തമ്മിൽ കെട്ടാൻ പാടില്ല. കാരണം ഒരേ നാളിൻ്റെ ബലം വരും. അതേപോലെ മധ്യമരഞ്ജു ആയ പൂയം, അനിഴം, ഉത്രട്ടാതി ഇത് മധ്യമരഞ്ജു നക്ഷത്രമാണ്. അത് 3 തമ്മിൽ കെട്ടിയാൽ ഈ മധ്യമരഞ്ജുവിൻ്റെ പ്രശ്നമല്ല വരുന്നത്, അടിയുണ്ടാവും. കാരണം 3 ഒരേ നാളിൻ്റെ ബലം വരും. അല്ലാതെ മധ്യമരഞ്ജു കെട്ടിയെന്ന് പറഞ്ഞിട്ട് വൈദഗ്ധ്യം സംഭവിക്കില്ല. ഇത് തന്നെ എൻ്റെ അടുത്ത് ഒരു പാർട്ടി പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ മരിച്ചു പോയി നേരത്തെ. അമ്മയും അച്ഛനും തമ്മിൽ മധ്യമരഞ്ജു നക്ഷത്രമായിരുന്നു, അതുകൊണ്ട് വൈദഗ്ധ്യം. ഇവർക്കും ഭർത്താവ് നഷ്ടപ്പെട്ടു, അതും വൈദഗ്ധ്യം ഈ മധ്യമരഞ്ജു കൊണ്ടാണെന്ന് കരുതിയത്. അപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്തായിരുന്നു, ഇവർക്ക് നമ്മൾ പൂജാതി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കടമറ്റം എന്നൊരു മൂർത്തിയുണ്ട്, കടമറ്റത്ത് കത്തനാര്. ഇത് എടുക്കാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റില്ല. 6 മണിക്കൂർ ഉച്ചാരണം ചെയ്തിട്ടാണ് ഇത് മാറ്റിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര പവറായപ്പോൾ ഞാൻ ശരിക്കും ചോദിച്ചു, ഇവർ ജോലിയും കാര്യവും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചത് എന്തായിരുന്നു ഭർത്താവിന് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ശരിക്കും ഇദ്ദേഹത്തെ കൊന്നു കളഞ്ഞതാണ് ഈ കർമ്മം ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് മുമ്പ് മാറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുള്ളിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് വിശ്വാസം ഉണ്ടായില്ല, പക്ഷേ ജീവിതം അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊന്നും മധ്യമരഞ്ജുവിൻ്റെ വൈദവ്യദോഷമല്ലായിരുന്നു, ഇതെല്ലാം ആഭിചാരത്തിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ മധ്യമരഞ്ജു കൊണ്ടൊന്നും ഒരാൾ മരിക്കില്ല, അതെപ്പോഴും മനസ്സിലാക്കുക. മധ്യമരഞ്ജു ദോഷം കൊണ്ടല്ല മരിക്കുന്നത്, മനുഷ്യ അസുര മരണം. മനുഷ്യനും അസുരനും തമ്മിൽ ബന്ധം വന്നാൽ മരണം സംഭവിക്കും. മനുഷ്യ അസുരൻ എന്ന് പറഞ്ഞാൽ അസുരനാളും മനുഷ്യനാളും, അതായത് ഭരണിയും ആയില്യവും തമ്മിൽ വന്നാൽ അതാണ് മരണം, വൈദവ്യമല്ല മരണം. അപ്പോൾ ആ മരണം സംഭവിക്കാതിരിക്കുന്നതിന് കുടുംബക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. ഈ ലോകത്തിൽ പരിഹാരമില്ലാത്തതായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അന്വേഷിക്കണം, കണ്ടെത്തണം. അതിന് ഇന്ന് അന്വേഷിക്കാനും ആർക്കും സമയമില്ല, കണ്ടെത്താനും ആചാര്യന് സമയമില്ല. അപ്പോൾ ജീവിതം നമ്മളുടെ എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആർക്കു വേണമെങ്കിലും നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടെത്തി പരിഹാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്. എന്ത് പ്രശ്നങ്ങൾക്കും ഉത്തമമായ പരിഹാരം നമ്മുടെ തന്നെ ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നൊരു മറുപടിയാണ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു വിശകലനവും ചിന്തനവുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നതുവരേക്കും നമസ്കാരം.